ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്വീറ്റ് കോൺ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് കോൺ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 ഫ്രഷ് ആയിട്ടുള്ള കോൺ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ പൊളിച്ച് അതിൻ്റെ അല്ലികളൊന്ന് അടർത്തിയെടുക്കാം. അപ്പം നമ്മൾ കോൺ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ഇത് അടർത്തിയെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടർന്ന് കിട്ടും. കുറച്ചിങ്ങനെ കത്തി വെച്ച് അടർത്തിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ അടർത്തിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് സൗകര്യം അതുപോലെ അടർത്തിയെടുക്കുക. ഇപ്പോൾ കോണൊക്കെ ഇവിടെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്ത് അതിൽ വല്ല അണുക്കളോ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ് നമ്മൾ കഴുകിയെടുക്കണത്. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ആവി കയറ്റിയിട്ടാണ് വേവിക്കണത്. അപ്പോൾ ചോളം വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കോണ് കഴുകി വാരിയിട്ട് ഈ സ്റ്റീമറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോണൊക്കെ സ്റ്റീമറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കോണൊക്കെ നന്നായി ആവി വന്ന് ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വേവുമ്പോൾ ഇത് നല്ലൊരു മഞ്ഞ കളറായിട്ടും അതുപോലെ തന്നെ നല്ല ഗ്ലേസിങ് ആയിട്ട് ഇരിക്കും. ഇപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം വെന്തിട്ടുണ്ടെന്ന്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കോണിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. സവാള നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതുവരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കണ വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കോണൊക്കെ വെന്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ കോണിൽ പിടിക്കണം. അതുവരയ്ക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ കോണിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കോണ്. ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ കോണിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ കോണ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ഈ കോണിൽ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കോണ് ഇടയ്ക്ക് കഴിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.